കൃഷി വകുപ്പിന്റെ വൈഗ കാർഷിക പ്രദർശനമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. വൈഗ ഫെസ്റ്റിന്റെ 7ാമത് പതിപ്പിനാണ് നാളെ തിരുവനന്തപുരം ആനയറയിൽ തുടക്കമാവുക. ഫെസ്റ്റിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കർഷകർക്കും പൊതുജനങ്ങൾക്കും പുതുസംരംഭകർക്കും കാർഷിക മേഖലയിലെ ആധുനിക സാങ്കേതിക മുന്നേറ്റങ്ങൾ അടുത്തറിയുന്നതിനും കാർഷിക വിദഗ്ധർക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ പങ്കിടുന്നതിനുമായി കാർഷിക പ്രദർശനം, കാർഷിക സെമിനാറുകൾ, കർഷക പാർലമെന്റ്, ബിസിനസ് മീറ്റിംഗ്, DPR ക്ലിനിക് എന്നിവ ഫെസ്റ്റിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഫെബ്രുവരി 11 മുതൽ 16 വരെയാണ് കാർഷിക പ്രദർശന മേള നടക്കുക. 250-ലധികം വിവിധ കാർഷിക സ്റ്റാളുകൾ മേളയുടെ മുഖ്യ ആകർഷകമാകുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് പറഞ്ഞു. കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് ആ ഉൽപ്പന്നങ്ങൾ മാത്രമായി അതേപടി വിൽപ്പന നടത്തിയാൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ആ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാവുമ്പോൾ ലഭിക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾക്ക് ഗവൺമെന്റ് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഉൽപാദനത്തിന്റെ കാര്യത്തിൽ കൊടുക്കുന്ന പ്രാധാന്യത്തിനൊപ്പം തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുക എന്നതിലും അതിൻ്റെ വിപണനത്തിനും പ്രാധാന്യം കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് കൃഷിയുടെ കാര്യത്തിനകത്ത് വിത്തിടുന്നു, അല്ലെങ്കിൽ നടുന്നു, അത് പരിചരിക്കുന്നു, വിളവെടുക്കുന്നു, വിൽക്കുന്നു എന്നുള്ളതായിരുന്നു. ഇത് പ്രൈമറി അഗ്രികൾച്ചറാണ്. സെക്കൻഡറി അഗ്രികൾച്ചറിന് വലിയ പ്രാധാന്യം മുൻകാലങ്ങളിൽ കൊടുത്തിരുന്നില്ല. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ വിപണനം, മറ്റൊരിടത്തേക്ക് എത്തിക്കുക, ഇതെല്ലാം സെക്കൻഡറി അഗ്രികൾച്ചറിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളാണ്. ഈ സെക്കൻഡറി അഗ്രികൾച്ചറിനെ കൂടി നല്ല പ്രാധാന്യത്തോടു കൂടി കണക്കിലെടുത്തുകൊണ്ട് പരിപാടികളും പദ്ധതികളും ആവിഷ്കരിക്കണം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് വൈഗ തുടങ്ങിയത്. വാല്യൂ അഡീഷൻ ഫോർ ഇൻകം ജനറേഷൻ ഇൻ അഗ്രികൾച്ചർ എന്നുള്ളതിൻ്റെ ഒരു ചുരുക്കപ്പേരാണ് വൈഗ എന്നുള്ളത്. വൈഗയുടെ 7ാമത്തെ പതിപ്പാണ് ഫെബ്രുവരി 11 മുതൽ 16 വരെ ആനയറയിലെ വേൾഡ് മാർക്കറ്റ് ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്നത്.